നമസ്കാരം സുഹൃത്തുക്കളെ, റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ വേൾഡ് കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. 2 മത്സരങ്ങൾ ഓൾറെഡി കഴിഞ്ഞു. മെക്സിക്കോയിൽ ഇന്നലെ മെക്സിക്കോ സിറ്റിയിൽ ഉദ്ഘാടന മത്സരം മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടി. മെക്സിക്കോ വിജയിച്ചിരിക്കുന്നു. അതുപോലെ ആദ്യത്തെ ഏഷ്യൻ വിജയം നമ്മളിന്ന് കണ്ടു. സൗത്ത് കൊറിയ ഇതാ ചെക്കിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യ ഏഷ്യൻ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. നമ്മോടൊപ്പം കളി നിരീക്ഷകൻ ഷിഹാബ് സാർ ഉണ്ട്. വെൽക്കം ഷിഹാബ് സാർ. അപ്പോൾ വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ചരിത്ര പ്രസിദ്ധമായ അസ്ടെക് സ്റ്റേഡിയത്തിൽ. അതെ, അസ്ടെക് സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത പറയേണ്ട ആവശ്യമില്ല. 1970, 1986 വേൾഡ് കപ്പുകൾ അർജന്റീന, ബ്രസീൽ ടീമുകൾക്ക് വേൾഡ് കപ്പ് സമ്മാനിച്ചിട്ടുള്ള ഗ്രൗണ്ടാണ്. പിന്നെ പാരാവാരം കണക്കെ ആളുകൾ, 80,000-ന് മുകളിൽ ആളുകളുടെ കപ്പാസിറ്റി ഉണ്ട്. അത്രയും കപ്പാസിറ്റി മുന്നിൽ അവർക്ക് മെക്സിക്കോക്ക് ജയിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അതാണ്. അപ്പോൾ 1966 ഇന്നത്തെ രൂപത്തിലേക്ക് സ്റ്റേഡിയം മാറണമെന്ന് തോന്നുന്നു. ഏതായാലും മെക്സിക്കോ സിറ്റി എന്ന പേരിലാണ് ഇപ്പോൾ. മെക്സിക്കോ സിറ്റിയിലെ സ്റ്റേഡിയമാണ്. മെക്സിക്കോ സിറ്റിയിലെ ഇന്നലത്തെ മത്സരം എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രതീക്ഷയിലാണ് മെക്സിക്കോ ഉണ്ടായിരുന്നത്. കാരണം അവർക്ക് തോൽക്കാൻ പറ്റില്ലായിരുന്നു. സാറ് പറഞ്ഞ പോലെ 2-0 മതിയായിരുന്നോ? ഗോൾ ലൈന് കാണി മെക്സിക്കോ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കളി കളിച്ചത്. നല്ലൊരു എന്താ പറയുക, നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞ നല്ലൊരു ടീമൊന്നല്ല. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു മുന്നേറ്റത്തിലൊരു ഷാർപ്നെസ്സിൽ ഒരു അഭാവം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ കിട്ടിയ ചില ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ 3-4 ഗോളുകൾ ഏറ്റവും കുറഞ്ഞത് ജയിക്കേണ്ടുന്ന മത്സരമായിരുന്നു. പക്ഷെ സ്റ്റിൽ അവർ നല്ല രീതിയിലാണ് കളിച്ചത്. നല്ലൊരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് ഉണ്ടായിരുന്നത്. പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഈ ഒരു മത്സരം എന്ന് പറയുന്നത് ഇപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇൻഫേമസ് ആയിട്ടുള്ള കാർഡുകളുടെ കാര്യത്തിൽ 3 റെഡ് കാർഡുകളാണ്. അത് റെഡ് കാർഡുകൾ 96 ലോകകപ്പിൻ്റെ 96 വർഷത്തെ ചരിത്രത്തിലെ ഒരു ഓപ്പണിംഗ് മാച്ചിൽ ഏറ്റവും കൂടുതൽ റെഡ് കാർഡ് കൊടുത്തിട്ടുള്ള മാച്ച്. റെഡ് കാർഡിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ വേറൊരു എന്താ പറയുക, ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് ഉണ്ട്, 2006 ജർമ്മൻ വേൾഡ് കപ്പ്. ആ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ നെതർലാൻഡ്സും നടന്ന റൗണ്ട് ഓഫ് 16 മാച്ച് ഉണ്ട്. അതിൽ 20 കാർഡ്, 4 റെഡ് കാർഡും അതേപോലെ 16 യെല്ലോ കാർഡും. എല്ലാവർക്കും അങ്ങനെ പോർച്ചുഗൽ വിജയിച്ചത് ഒരു ഗോളിന് വിജയിച്ച അവസ്ഥ റൗണ്ട് ഓഫ് 16. അത് നല്ല പോർച്ചുഗൽ നല്ല ടീം ഉണ്ടായിരുന്ന, ഫിഗോയും ഇവരൊക്കെ ഉണ്ടായിരുന്ന ടീമാണ് സംഭവം അത്. അപ്പോൾ ഇന്നലെ ബ്രസീലിയൻ റെഫറിയാണ്, സമ്പായ ആയിരുന്നു ഇന്നലെ റെഫറി. അതിപ്പം പലരും വിമർശിക്കുന്നുണ്ട്. ഇപ്പം ഇന്ന് പല ബ്രസീലിലെ തന്നെ പല കളി വിമർശകരും കളീൻ്റെ ഒഴുക്കിനെ റെഫറി തടഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റെഫറിക്കെതിരെ വിമർശനങ്ങൾ. എനിക്ക് തോന്നി മൂന്നാമത്തെ മെക്സിക്കോ കിട്ടിയ ഒരു റെഡ് കാർഡ്, 3 സ്ട്രൈറ്റ് റെഡ് കാർഡാണ്, റെഡ് കാർഡ്സ് ആണ്. മൂന്നാമത്തത് ആക്ച്വലി ഒന്നാമത് അത് അനാവശ്യമായിട്ട് വാങ്ങിയൊരു കാർഡാണ്. ജയിച്ചുകൊണ്ടിരിക്കുന്ന വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് ഒരു പൊസിഷനിൽ നിന്ന് വെറുതെ അനാവശ്യമായിട്ട് വാങ്ങിയ സംഭവമാണ്. പിന്നെ എനിക്ക് തോന്നിയത് റെഫറി മറ്റേ 2 കാർഡുകൾ മറ്റൊരു കൊടുത്തുകൊണ്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണെന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. കാരണം ബാക്കിൽ നിന്ന് ടാക്കിൾ ചെയ്ത സംഭവം മറ്റുള്ളൊന്നുമല്ല, അത്ര മാരകമായുള്ള സംഭവം ഒന്നുമല്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഗോളുകളിലേക്കൊന്ന് വന്നാലേ, 9ാമത്തെ മിനിറ്റിലാണ് ജൂലിയൻ കിനോസിൻ്റെ ഗോൾ പിറക്കുന്നത്. അത് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു ത്രൂ ഔട്ട് ദി കളിയിൽ. അപ്പോൾ അങ്ങനെ ഗോൾ കീപ്പർ കൊടുത്തൊരു ബോൾ അത് അവിടുന്ന് മെക്സിക്കോൻ്റെ താരം പ്രഷർ ചെയ്തെടുക്കുന്നു, നേരെ കിനോസിന് കിട്ടുന്നു, അദ്ദേഹം ഫിനിഷ് ചെയ്യുന്നു. സൗത്ത് ആഫ്രിക്കയുടെ ഗെയിം പൊതുവെ ഒരു എന്താ പറയുക, കോൺഫിഡൻസ് ലെവൽ വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ അവരെ കളി കണ്ടത്. പൊതുവെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളെന്താ പറയുക, വളരെ ഈസി ആയിട്ട് മറ്റവർ മെക്സിക്കൻ പ്ലേയേഴ്സൊക്കെ നല്ല രീതിയിൽ ബോൾ സപ്ലൈ ചെയ്ത് പോയിട്ട് വളരെ ഒരു അടുക്കും ചിട്ടുള്ള കളി അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഗോൾ അടിച്ചത് നമ്മുടെ ക്യുനോനസ് ആണ്. ക്യുനോനസ് നമ്മുടെ സൗദി പ്രീമിയർ ലീഗിലെ അൽഖസിന്റെ പ്ലെയറാണ്, അവിടുത്തെ ടോപ്പ് സ്കോററുമാണ്. 31 ഗോൾ അടിച്ചിട്ടുള്ള സൗദി പ്രോ ലീഗിലെ. അപ്പോൾ എനിക്ക് സംബന്ധിച്ചാൽ മെക്സിക്കൻ പ്ലെയർ ആണെന്നുള്ള ഇതല്ല, നമ്മൾ സൗദി ഒരു കണ്ട് പരിചയമുള്ള ഒരു മുഖം, പക്ഷേ മെക്സിക്കൻ പ്ലെയർ ആണ്. ശരി, ആള് ശരിക്ക് നാച്ചുറലൈസ് ചെയ്യപ്പെട്ടതാണ്. കൊളംബിയക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. കൊളംബിയക്കാരനാണ്. കൊളംബിയക്ക് വേണ്ടി ഈ യൂത്ത് ഫുട്ബോൾ കളിച്ചിട്ടുണ്ട്, അണ്ടർ 20 ഒക്കെ കളിച്ചിട്ടുണ്ട്. അതിനുശേഷം കൊളംബിയൻ സീനിയർ ടീമിലേക്ക് കോളപ്പ് കിട്ടിയതാണ്. പക്ഷേ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ മെക്സിക്കോക്ക് വേണ്ടി കളിക്കാൻ തീരുമാനിക്കുന്നത്. എന്തായാലും വേൾഡ് കപ്പിലെ ഫസ്റ്റ് ഗോള് കിനോനസിൻ്റെ വക. അത് ഈ പറഞ്ഞ പോലെ സൗത്ത് ആഫ്രിക്കൻ്റെ ഒരു കോൺഫിഡൻസ് കുറവ്, അത് പ്രസ് ചെയ്തെടുത്തു, ബോൾ അദ്ദേഹത്തിന് കിട്ടി, അദ്ദേഹം ഗോൾ അടിച്ചു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ്റെ മുന്നേറ്റത്തിലൊക്കെ കിട്ടിയ ബോളുകൾ അവിടെ വെച്ചിട്ട് ആ ഫൈനൽ തേർഡിൽ വെച്ച് നഷ്ടപ്പെടുത്തുന്നു.
കോൺഫിഡൻസ് വളരെ ലോ ആയിരുന്നു. അപ്പോൾ ഞാൻ സൗത്ത് ആഫ്രിക്കൻ്റെ കാര്യം പറഞ്ഞ സംബന്ധിച്ചെങ്കിൽ ഒരു ടീമിക്ക് വീക്കായിട്ടുള്ള പൊതുവെ തോന്നിയിട്ടുള്ള ഒരു പെർഫോമൻസ് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും റാങ്കിങ്ങും അതേപോലെ തന്നെയാണ്. പക്ഷെ അത് കളിയിൽ നമ്മളൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ആക്ച്വലി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പറഞ്ഞു സൗത്ത് ആഫ്രിക്കൻ്റെ അവസ്ഥ എന്താണ്, അതേ രീതിയിലുള്ള ഒരു സംഭവം തന്നെ. അപ്പോൾ അത് മെക്സിക്കോയുടെ ഒരു ഡോമിനൻസ് ഞാൻ പ്രതീക്ഷയാണ്. മെക്സിക്കോ അങ്ങനെ തന്നെ ആകും പിന്നെന്ന് പറയുന്നത്. എന്തായാലും അവർക്ക് നല്ലൊരു മികച്ചൊരു തുടക്കമാണ് കിട്ടിയിട്ടുള്ളത്. അടിക്കായിരുന്നു ഒരു 1-2 ഗോളുകൾ കൂടി അടിക്കാൽ 2-0 ഒരു ക്ലീൻ ഷീറ്റ് കിട്ടിയല്ലോ, അത് നല്ലൊരു. അപ്പോൾ രണ്ടാമത്തെ ഗോളിലേക്ക് വരുമ്പോഴേ നമ്മുടെ റൗൾ ഹിമനസ് ആണ്. റൗൾ ഹിമനസ് ആൽവറാഡോയുടെ ക്രോസ് ഹെഡ് ചെയ്ത് ഗോളാക്കി മാറ്റുന്നു. അതൊരു കിടിലൻ ഫിനിഷിംഗ് ആയിരുന്നു. 3 വേൾഡ് കപ്പ് അദ്ദേഹം ഓൾറെഡി കളിച്ചിട്ടുണ്ട്. 2014, 2018, 2022 മൂന്നിൽ ഇതുവരെ ഗോൾ അടിച്ചിട്ടില്ല. ആദ്യത്തെ ഗോൾ അടിച്ചിട്ടില്ല. 35 വയസ്സായി. 35 വയസ്സായിട്ടുണ്ട്. 35 വയസ്സായി റൗൾ ഹിമനസ്. അത് മാത്രമല്ല 46ാമത്തെ ഗോളാണ് അടിച്ചത്. പക്ഷെ 52 ഗോൾ നമ്മുടെ യാവിയർ ഹെർണാണ്ടസ് ആണ് ഇപ്പോൾ ടോപ്പ് സ്കോർ. 52 ഗോൾ, ഏകദേശം ഒരു 6 ഗോൾ കൂടി മതി. അപ്പോൾ ഇതുവരെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. മെക്സിക്കോയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും വളരെ അൺവാണ്ടഡ് റെക്കോർഡ് ഇവിടെ ഒരു സ്ട്രീക്ക് ഉണ്ട്, അൺവാണ്ടഡ് സ്ട്രീക്ക്. അതായത് കഴിഞ്ഞ 7 വേൾഡ് കപ്പിലും ഒരു ഓപ്പണിംഗ് മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നില്ല മെക്സിക്കോ. അതായത് 5 മത്സരം തോൽക്കുകയും ചെയ്തു, 2 ഡ്രോ സമനില. അതിനുശേഷമുള്ള ഒരു വേൾഡ് കപ്പ് ആദ്യമായിട്ടാണ് ഒരു ഓപ്പണിംഗ് മാച്ചിൽ വിജയിക്കുന്നത്. അതാണ്. അപ്പോൾ ഈ റൗൾ ഹിമനസിന്റെ കാര്യത്തിൽ ആ ഹെഡർ ഗോളിന് വേറൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീലാക്കി ചെയ്തിട്ടുണ്ട്. അതായത് ഇദ്ദേഹത്തിന് 2020 ഒരു മാരകമായിട്ടുള്ള ഇഞ്ചുറി പറ്റുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ കളിക്കുന്ന സമയത്ത് വോൾവർഹാംപ്റ്റണും ആഴ്സണലും തമ്മിലുള്ള കളിയിൽ ഡേവിഡ് ലൂയിസായിട്ട് കൂട്ടി ഇടിച്ചിട്ട് സ്കള്ളിന് ചെറിയ പൊട്ടലുണ്ടായിരുന്നു പറയുന്നത്. അപ്പം മിനിറ്റുകളോളം ആൾ അൺകോൺഷ്യസ് ആയിട്ട് കിടന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അയാൾ റിക്കവർ ആയിട്ട് വന്ന് ഇനി കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. അവിടെ നിന്നാണ് മിറാക്കുലസ് ആയിട്ട് തിരിച്ചു വരുന്നതും ആ തല കൊണ്ട് തന്നെ വേൾഡ് കപ്പിൽ ഗോൾ അടിക്കുന്നത്. പിന്നെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ദുഃഖം കൂടി ഇങ്ങനെ പേറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതാണ് ഗോൾ അടിച്ചിട്ട് 2 കൈ ഉയർത്തി. ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെയാണല്ലോ. അതെ, ഇമോഷന് അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനം എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ്. റെസിലിയൻസ്, നമ്മൾ തിരിച്ച് ഒരു നൈസർഗികമായിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ തിരിച്ചു വരാനുള്ള കഴിവുണ്ടല്ലോ. അത് കൃത്യമായിട്ട് കണ്ട സമയം. ആ ഒരു ഹെഡിലൊരു ഹെഡ് ഗിയർ ഒക്കെ അണിഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി. ഇപ്പോഴും ആൾക്ക് ഇറങ്ങാനുള്ളൊരു കോൺഫിഡൻസ് കുറവാണെന്നാണ് കളി നിരീക്ഷകർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഹെഡ് ഗിയർ അണിയുന്നത് എന്നുള്ളത്. ഇനിയും പരിക്ക് പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ബേജാറ്. അതായത് അത് സൈക്കോളജിക്കൽ എഫക്റ്റാണ്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ള ഒരു ഗോൾ കൂടിയാണ്. അപ്പോൾ നമ്മളതിനെ ഒരു ഗോൾ എന്ന നിലയിൽ മാത്രം കണ്ടാൽ പോരാ, ഇങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളും കാര്യങ്ങളും കൂടി അതിൻ്റെ പുറകിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിലിപ്പം മെക്സിക്കോ 2-0 ജയിച്ചതിന് പിന്നാലെ ഇന്ന് രാവിലെ നടന്ന കളിയിൽ സൗത്ത് കൊറിയ ചെക്കിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ മെക്സിക്കോ സൗത്ത് കൊറിയ ഒരു പോരാട്ടം ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകുന്നതിൽ നിർണായകമാവൂലേ? തീർച്ചയായിട്ടും. സൗത്ത് കൊറിയ വളരെ മനോഹരമായിട്ടുള്ള കളിയാണ്, സൂപ്പർ കളി, നല്ല കളിയാണ്. 58 മിനിറ്റ് വരെ അവർ ഏകദേശം 12 ഷോട്ടുകൾ ഉണ്ടായിരുന്നു. എഗെയിൻസ്റ്റ് 3 മാത്രമേ അവരുണ്ടായിരുന്നു, മറ്റവരുണ്ടായിരുന്നുള്ളൂ. ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും ഉണ്ടായിരുന്നില്ല. അതായത് കളിയുടെ ആ ഒരു ഫ്ലോക്ക് എതിരെയാണ് ആര് ഗോൾ അടിക്കുന്നത്, ചെക്കിയ ഗോൾ അടിക്കുന്നത്. ആ ടൈമിൽ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നതാണ്, അത് ഗോളായും ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ ചെക്കിയെ നമുക്ക് പറയുമ്പോൾ ഇപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻ വെച്ചെങ്കിൽ ഏരിയൽ ഡ്യുവലിന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്ലേയേഴ്സ്, നല്ല ഹൈറ്റുള്ള പ്ലേയേഴ്സാണ്. അപ്പം ഇങ്ങനെ എസ്പെഷ്യലി സെറ്റ് പീസുകളൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. ഇങ്ങനെയുള്ള ടീമുകളൊക്കെ ഡെൻമാർക്ക് അതേപോലെ നല്ല ഹൈറ്റ് ഉള്ളവരാണ്. അപ്പോൾ അവിടെയാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത് ഗോളാകുകയെന്ന്, പക്ഷേ അത് ഡിസലോ ചെയ്തു. അപ്പോൾ ഇത് ആ ഒരു ലോങ് ത്രോയിന് വരുന്നു, അത് അദ്ദേഹം ഗോളാക്കി മാറ്റുക, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഗോളെങ്കിലും സൗത്ത് കൊറിയക്ക് അടിക്കായിരുന്നു. ഹ്യൂമൻസണിന്റെ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഉള്ള ആ ഷോട്ട് വൈഡായി പോയതൊക്കെ അത് നേരത്തെ പറഞ്ഞ പോലെ റെസിലിയൻസ് അവരുടെ. അതായത് ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫുള്ളി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര സൗത്ത് കൊറിയൻ്റെ കളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഞാൻ ഇങ്ങനെ നല്ല രീതിയിൽ ഒരു കളിക്കുന്നുണ്ടാന്ന് വിചാരിച്ചിരുന്നില്ല. പൊതുവെ ഇവരൊരു ഡിഫെൻസിലായിരുന്നു. കൗണ്ടർ അറ്റാക്ക് പോലും ഉണ്ടായിരുന്നില്ല ചെക്കിയുടെ ഭാഗത്ത് നിന്ന് വെച്ചെങ്കിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഡിഫെൻസിലാണ് കൂടുതലായിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റിൽ ഇവർ നല്ല മനോഹരമായിട്ടുള്ള കളികളും പാസുകളും ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിലുള്ള കളിയാണ് സൗത്ത് കൊറിയൻ്റെ ഭാഗത്ത്.
അപ്പോൾ എഗെയിൻസ്റ്റ് ആ ഗോള് വീണപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി, തോറ്റു പോയിട്ടുണ്ടെങ്കിൽ. ആദ്യത്തെ ഒരു ഏഷ്യൻ വിജയം അല്ലെ നമ്മള് അങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള സംഭവം കൂടി ഇപ്പൊ നമുക്ക് ഏഷ്യക്കാരെന്നുള്ളൊരു ഫീലിംഗിൽ അതിലുണ്ട്. എല്ലാം 2 നല്ല ഗോളുകൾ തന്നെ അടിക്കുന്നത്. ഫസ്റ്റ് ഗോൾ ചിപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന് ഹോങ്ങിന്റെ ഗോൾ വന്നു. പിന്നെ അടുത്ത 80ാമത്തെ അത് പിന്നെ നല്ലൊരു ടീം അതിലൂടെ വന്നാണ് രണ്ടാമത്തെ ഗോൾ. അതെ, തുടക്കത്തിൽ ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ സൺഹ്യൂംക്ക് നല്ല രീതിയിലുള്ള കുറെ കളികൾ. അതാണ് ഞാൻ പറഞ്ഞത്, ആ ലാസ്റ്റ് മിനിറ്റ് സമയത്തൊക്കെ 45 മിനിറ്റിനോട് അടുക്കുമ്പോൾ നല്ല ചില അവസരങ്ങൾ കിട്ടി. ഷോട്ട് വൈഡായി പോകുമ്പോൾ ആ ഒരു നിരാശയൊക്കെ, ക്ലോസ് റേഞ്ചിൽ നിന്ന് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു മികവ് വെച്ച് അത് ഗോള് വന്ന് ഒരു ലീഡും കൊണ്ട് പോകേണ്ടതായിരുന്നു. അത് രണ്ടാം പകുതിയിലേക്ക് മാറി എന്നുള്ളൂ. ഏതായാലും കളി ഒടുവിൽ അവര് സൗത്ത് ആഫ്രിക്ക. അപ്പം ഈ ഗ്രൂപ്പിൽ ഇനിയിപ്പോ ചെക്കിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാക്കൂലേ? മെക്സിക്കോയോട് ഒരു തോൽക്കാൻ സാധ്യതയില്ലേ? ചെക്കിയ ഒരു 75 മിനിറ്റിന് ശേഷം ഉള്ള ലാസ്റ്റ് 15 മിനിറ്റ് ഒരു കുറച്ച് കൗണ്ടർ അറ്റാക്സും പുറകെ പോയതിനു ശേഷം കുറച്ച് കളി കളിച്ചിരുന്നു. അതന്നെ ശരിക്കും നമ്മള് ബാക്കിയുള്ളതൊക്കെ ആ ഒരു ഡിഫൻസിലായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പോൾ മെക്സിക്കോനോട് പക്ഷെ അവർക്ക് ഓൾ ഔട്ട് ആയിട്ട് കളിച്ചല്ലേ പറ്റൂ, കാരണം ഓൾറെഡി ഇപ്പോൾ തോറ്റു. ഇനിയിപ്പോൾ സൗത്ത് ആഫ്രിക്കനെതിരെ അവർക്ക് ഇനിയിപ്പോൾ ഒരു ഗ്രൂപ്പിലെ എന്തെങ്കിലും ചാൻസുകൾ അല്ലെങ്കിൽ നോക്കൗട്ടിലേക്കുള്ള ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തണം എന്നുണ്ടെങ്കിൽ മെക്സിക്കോ ആയിട്ടുള്ള ഒരു മരണക്കളി തന്നെ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ടൈറ്റ് ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം പിന്നെ ഇന്നലെ ഇപ്പോൾ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, ഒരു പ്രോഗ്രാം കഴിഞ്ഞു. ഇന്ന് വീണ്ടും ഉദ്ഘാടന പ്രോഗ്രാമുണ്ട്. അത് കാനഡയിലാണ്. ഇന്ന് 2 ഉദ്ഘാടന പ്രോഗ്രാമാണ്. ഒന്ന് കാനഡയിലും പിന്നെ USA കളിക്ക് മുമ്പ് US ലോസ് ഏഞ്ചലസിലും ഇന്ന് ഉദ്ഘാടന പരിപാടിയുണ്ട്. ഇത് ശരിക്കും ബോറാകുന്നുണ്ട് ഇങ്ങനെ ഈ 3 രാജ്യങ്ങൾ, 3 ഉദ്ഘാടനം, 3 പ്രോഗ്രാം. ഇത് നമ്മൾ അടുത്ത വേൾഡ് കപ്പിൽ കാണും കേട്ടോ. അടുത്ത വേൾഡ് കപ്പിൽ എന്ന് പറഞ്ഞാൽ സ്പെയിന്, മൊറോക്കോ, പോർച്ചുഗൽ. നമ്മൾ 2002 ഇത് ആദ്യം ഇങ്ങനെ 3 രാജ്യങ്ങളായിട്ട് 2 രാജ്യങ്ങളാണ്. 2 രാജ്യങ്ങൾ ഏഷ്യ, ജപ്പാനും സൗത്ത് കൊറിയയുടെ ആയിട്ടുള്ളത്. ഇതിപ്പോൾ 3 വരുമ്പോൾ ഒരു ബോറിംഗ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ 3 ഹോസ്റ്റ് നേഷൻസിന്റെയും കളി കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ വലിയ ടീമുകൾക്ക് കളി വരുന്നുള്ളൂ. അതെ, ആ ചെറിയ തരത്തിലുള്ള ഒരു ലാഗ്, ഒരു ആവേശങ്ങൾ പെട്ടെന്ന് കയറാത്ത ഒരു ഫീല് അതിലുണ്ട്. അപ്പോൾ ഇന്നത്തെ കളികളിലേക്ക് വരികയാണെങ്കിൽ ഇന്നിപ്പോൾ കാനഡക്ക് ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയാണ് എതിർ ടീമായിട്ട് വരുന്നത്. നമ്മളെന്ത് പ്രതീക്ഷിക്കും? ഇപ്പോൾ ബോസ്നിയ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇറ്റലിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടൊക്കെ വരുന്നവരാണ്. പക്ഷേ സമീപകാലത്ത് അതിന് ശേഷം അത്ര ഒരു വലിയ കളി കളിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇപ്പോൾ പനാമക്കെതിരെ 1-1 സമനില, നോർത്ത് മാസിഡോണിയക്കെതിരെ ഗോൾ ചെയ്ത സമനില, അതായിരുന്നു അവരെ ഈ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ സംഭവിച്ചത്. എന്നാൽ ഇറ്റലിയെ ഷൂട്ടൗട്ടിലാണ് ഇറ്റലി മറികടന്നത്. അതുപോലെ തന്നെ വെയിൽസിനെതിരെ, അതായത് ആ ഒരു പ്ലേ ഓഫിൻ്റെ പാത്തിൻ്റെ സെമി ഫൈനലിലും ഷൂട്ടൗട്ടിലാണ് അവർ വെയിൽസിനെ മറികടക്കുന്നത്. അപ്പോൾ കാനഡക്ക് ഇന്ന് ജയസാധ്യത കൂടുതലുണ്ടോ? കാനഡ ആതിഥേയ രാജ്യം എന്നുള്ള കോൺഫിഡൻസിലാവും മത്സരിക്കും. എനിക്ക് തോന്നുന്നു നല്ലൊരു പെർഫോമൻസ് പൊരുതിൽ കാനഡ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ബോസ്നിയ ഇങ്ങനെ കരിങ്കാലികൾ അവസ്ഥ ചില കേസുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ പറയല്ല, കുറച്ച് പറയുന്നതല്ല. അതായത് ഇപ്പൊ ഇറ്റലി എന്ന് പറഞ്ഞ ഒരു രാജ്യം 3 വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഇത്തവണ എന്താ പറയാ വേൾഡ് കപ്പിൽ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ബോസ്നിയയാണ്. യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളൊന്നും കുറച്ച് കാണാനൊന്നും പറ്റില്ല. പക്ഷേ കാനഡ ആതിഥേയ രാഷ്ട്രം നിലയിൽ മാത്രമല്ല, നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് രീതി ഒരുപാട് പുരോഗതി കൈവരിച്ച രാജ്യം കൂടിയാണ്. അതുപോലെ അവർക്ക് മികച്ച പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം അൽഫോൻസോ ഡേവിസിനെ പോലെയൊക്കെയുള്ള താരങ്ങൾ വളർന്നു വന്ന നാടാണത് എന്ന കാര്യം നോക്കണം. സ്ഥിരമായിട്ട് ബയണിൽ ഒരാൾ നിൽക്കണമെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും അത്രയും ടാലൻറ്റഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾ വളർന്നു വന്ന നാട്, പിന്നെ കുറേ മികച്ച പ്ലേയേഴ്സ് വേറെ ഉണ്ട്. അത് വെച്ച് ഒരു പണി അവർ കൊടുത്താൽ, അതിൽ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനക്ക് പണി കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഒരു ഫീല്. പിന്നെ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റൊരു ആതിഥേയർ, ഇപ്പം മൊത്തം ആതിഥേയരെ കൊണ്ടൊരു കളിയാണ് പരാഗ്വേ. ആതിഥേയരായിട്ടുള്ള USA പരാഗ്വേയും കൂടി. അപ്പോൾ എന്താവും ഒരു ലാറ്റിൻ അമേരിക്കൻ പവർ പരാഗ്വേ കാണിക്കും. പണ്ടത്തെ ഓസെ ലൂയിസ് സിലാവട്ടിന്റെ കാലക്കൂർമ്മ അവരെ കോണ്ടിനെന്റ് കളിക്കുമ്പോൾ എപ്പോഴും ആ ഒരു കോൺഫിഡൻസും ആ ഒരു വീറും വാശിയും തീർച്ചയായിട്ടും ഉണ്ടാവും. USA കേസിൽ എന്ന് പറഞ്ഞെങ്കിൽ USA ഒരുപാട് മുന്നൊരുക്കങ്ങളും അതേപോലെ നല്ലൊരു ടീമുണ്ട് നിലവിൽ. അതാണ് പുലിസിച്ചും ഡസ്റ്റും ഒക്കെ അടങ്ങുന്ന
കിടിലൻ ടീമുണ്ട്. അതുപോലെ തന്നെ ഒരു കിടിലൻ കോച്ചും ഉണ്ട്. മൗറിസിയോ പൊച്ചറ്റിനോ ആണ് കോച്ച്. അർജന്റീനക്കാരൻ പൊച്ചറ്റിനോ ആണല്ലോ ഒരു കോച്ച്. നേരത്തെ PSG ടോട്ടൻഹാം ഹോട്ട്സ്പറും ഒക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള എല്ലാം നമ്മൾ എങ്ങനെ ബോൾ നെറ്റിൽ കയറുന്നതിനനുസരിച്ചാണ്. ഇതാണ് നമ്മൾ കണ്ടില്ലപ്പോൾ ഇന്നത്തെ ഒരു കളി. ഇപ്പോൾ എന്താ പറയുക, ചെക്ക് റിപ്പബ്ലിക് ഇപ്പം ഒന്നടിച്ചു, രണ്ടാമതും ഗോൾ അടിച്ചിരുന്നെങ്കിൽ സാധാരണഗതിയിൽ കളി മാറാം. കളിക്കെതിരെയാണ്, കളിയുടെ ഗതിക്കെതിരെയാണ് വരുന്നത്. നന്നായിട്ട് കളിക്കുന്നത് അങ്ങനത്തെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടല്ലോ. ഒരു ഗ്രൂപ്പിലെ സമവാക്യങ്ങൾ മാറി മറിയാനുള്ള മത്സരങ്ങളോ അല്ലെങ്കിൽ ഒരു ഗോളോ ഒരു നിമിഷമൊക്കെ മതിയാവും. അതാണ്. അപ്പോൾ ഇന്ന് USA ക്കാണോ സാധ്യത? ഇന്ന് USA ക്കാണ്. നമ്മൾ കടലാസിൽ ഞാൻ പറഞ്ഞ റാങ്കിങ്ങും പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ ടീം എല്ലാ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ USA ക്കാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇന്നത്തെ 2 കളികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാനഡ വേഴ്സസ് ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, ആര് ജയിക്കും? വെറുതെ ഒരു പ്രഡിക്ഷൻ പോലെ സാറിന് തോന്നുന്നു. കാനഡ എനിക്ക് തോന്നുന്നു 2 ഗോളിന് ജയിക്കുന്നു. 2 ഗോളിന് ജയിക്കും കാനഡ. USA വേഴ്സസ് പരാഗ്വേ മത്സരം അതേപോലെ എനിക്ക് തോന്നുന്നു വലിയൊരു ക്ലോസ് കോണ്ടസ്റ്റ് ആയിരിക്കും. വലിയ മാർജിനൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആര് ജയിക്കുക? അതാ സമനില പോവോ? എനിക്ക് US ജയിക്കാനാണ് സാധ്യത കൂടുതൽ തോന്നുന്നത്. 2-1 ഓക്കെ ആ രീതിയിലൊക്കെ ജയിക്കാം അല്ലേ? ഇപ്പോൾ ഏഷ്യൻ ടീമുകളിൽ ഇപ്പോൾ ഒന്ന് നല്ല കളി സൗത്ത് കൊറിയ നടത്തി. ഇനിയിപ്പോൾ ഏഷ്യയിൽ നിന്ന് ഇപ്പോൾ ജപ്പാൻ ഇപ്പോൾ അവരെ എൻഡൊക്കെ പരിക്കുപറ്റിയൊക്കെ പുറത്തായി. ജപ്പാൻ 3 മികച്ച പ്ലേയേഴ്സ് പരിക്കുപറ്റി ഇപ്പോൾ പുറത്തായി. ടെക്കോമി മിനാമിനോ ഒക്കെ പുറത്തായി. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഏഷ്യയിൽ നിന്ന് ജപ്പാനേക്കാൾ കൂടുതൽ ഒരു പ്രതീക്ഷ സൗത്ത് കൊറിയക്ക് കൊടുക്കണോ? സൗത്ത് കൊറിയയുടെ ഇന്നത്തെ പെർഫോമൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ പെർഫോമൻസ് അവർക്കൊരു കോൺഫിഡൻസ് കൂടി ഉണ്ടാവും. പിന്നെ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഗോളൊക്കെ വീണ സമയത്ത് അവർക്കൊരു നല്ലൊരു കംബാക്ക് വിക്ടറിയാണ്. അവർ തിരിച്ചു വരാൻ പറ്റുമോ? അപ്പോൾ ഇതൊരു പ്രധാന ഘടകമാണ്. ഞാൻ പറഞ്ഞില്ല, മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് ടീമുകളുടെ ഒരു ടീമായിട്ട് കളിക്കുമ്പോൾ ഒരു ഗോളൊക്കെ വീണതിന് ശേഷം പിന്നെ തിരിച്ചു വന്നിട്ട് വിജയിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പെർഫോമൻസ്. സ്വാഭാവികമായിട്ടും ജപ്പാൻ അതൊരു പ്രചോദനമാവും. ജപ്പാനും അതുപോലെ ആഞ്ഞടിക്കാനുള്ള ജപ്പാൻ അങ്ങനെ വിജയിച്ചിട്ടുണ്ട്. ജപ്പാൻ അതല്ലോ വലിയ ടീമുകൾക്കെതിരെ ഇതേപോലെ വിജയിച്ച ഒരുപാട് ചരിത്രമുണ്ടല്ലോ. ജർമ്മനിയെ തോൽപ്പിച്ചിട്ടുണ്ട്, സമീപകാലത്ത് ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അല്ല, സൗത്ത് കൊറിയക്ക് എന്താണെന്ന് വെച്ചാൽ ഈ വേൾഡ് കപ്പുകളിൽ സൗത്ത് കൊറിയ യൂറോപ്യന്മാർക്ക് പണി കൊടുക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സ്ഥിരം പരിപാടിയാണ്. 2018 അവർ ജർമ്മനിക്ക് പണി കൊടുത്തു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ പോർച്ചുഗലിനെ തോൽപ്പിച്ചു, 2-1 തോൽപ്പിച്ചു. ഇപ്പോൾ ഇത് ചെക്ക് റിപ്പബ്ലിക്കിനെ തോൽപ്പിച്ചു. അപ്പം യൂറോപ്യന്മാരെ കിട്ടിയാൽ ഒന്ന് കൊട്ടി വിടുക എന്നുള്ളൊരു പരിപാടിയിലേക്ക് ഇപ്പോൾ വളർന്നുള്ളത്. അപ്പോൾ സാറിന് ഓർമ്മ ഉണ്ടാവും 2002 വേൾഡ് കപ്പ് ഗസിഡിങ് ആയിരുന്നു അവരുടെ കോച്ചിന് ഓർമ്മ അല്ലേ? അപ്പോൾ അന്ന് ആരും പ്രതീക്ഷിക്കണില്ല ഈ ഒരു സൗത്ത് കൊറിയൻ്റെ മുന്നേറ്റം. എൻ്റെ ഓർമ്മയിൽ വരുന്നത് ഇറ്റലി സൗത്ത് കൊറിയ മാച്ച് സാറിന് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താ, അങ്ങനത്തെ ഒരു പേരായിരുന്നു. ആനാണ് അദ്ദേഹത്തെ ചുരുക്കി പറഞ്ഞിരുന്നത്. അദ്ദേഹം ഗോളടിച്ച് നമ്മുടെ ഇറ്റലിക്കെതിരെ ഗോളടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് പെറൂജിയ ക്ലബ്ബിൽ നിന്ന് പുറത്താക്കി ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് യൂറോപ്യന്മാർക്ക് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സൗത്ത് കൊറിയൊക്കെ ഏഷ്യൻ കൺട്രീസ് ഒരു ലോകകപ്പിന്റെ സെമി ഫൈനലിൽ കളിക്കുക. അപ്പൊ അവരെ കാണിച്ചാൽ അങ്ങനെ ഒരു പ്രെജുഡൈസ് മുൻവിധിയാണ്. ഏഷ്യൻ കൺട്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് തലത്തിലൊക്കെ നിന്നാൽ മതി, നോക്കൌട്ടിലേക്ക് ഒന്നും കളിക്കേണ്ട രീതിയിലൊക്കെ തോൽപ്പിച്ച് സെമിയിലേക്ക് എത്തും. സെമിയില് ദൗർഭാഗ്യവശാല് ജർമ്മനിയോട് ഒറ്റ മത്സരം അകലെയായിരുന്നു വേൾഡ് കപ്പിന്റെ ഫൈനൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഞാൻ പറയുന്നത് അന്ന് ഈ ഒരാള് സ്വന്തം രാജ്യം, അതായത് ഇറ്റലിക്കെതിരെ ഗോളടിച്ചതിൻ്റെ പേരിൽ ഇറ്റാലിയൻ ക്ലബ്ബ് അയാളെ പുറത്താക്കണമെങ്കിൽ, ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇവരെത്രത്തോളം ഈ ഒരു താഴ്ന്ന നിലവാരത്തിലാണ് ബാക്കിയുള്ളവരെ കാണിച്ചിരുന്നതാണ്. അതിനുശേഷം ആ സൗത്ത് കൊറിയ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നതെന്നും ആ സൗത്ത് കൊറിയ ആർക്കൊക്കെ പണി കൊടുക്കുന്നു. ഇപ്പം എല്ലാവർക്കും പേടിയാണ് സൗത്ത് കൊറിയൻ. ഇപ്പം ജർമ്മനിക്ക് കിട്ടി, പോർച്ചുഗലിന് കിട്ടി, ഇപ്പോൾ ചെക്കിയക്ക് കിട്ടി, ആർക്ക് വേണമെങ്കിലും കിട്ടാം എന്ന രൂപത്തിലേക്ക് അവരുടെ കളി വളരുകയും ചെയ്തു. ആ റേഷ്യലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ അതിലുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ലോകോത്തര താരങ്ങൾ വരെ നേരിടുന്നുണ്ട്. വിനീഷ്യസ് ജൂനിയറൊക്കെ സ്ഥിരമായിട്ട് നേരിടുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ട്. അതാണ്. അപ്പോൾ ഏഷ്യക്കാർ അത്ര മതി എന്നുള്ളൊരു തോന്നൽ എന്തായാലും പ്രാവശ്യം മാറുന്ന ഒരു തോന്നലുണ്ടോ? ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏഷ്യൻ ഫുട്ബോൾ ജപ്പാനിലെ സൗത്ത് കൊറിയയിലൊക്കെ പ്ലേയേഴ്സ് ഒരുപാട് ഇതേപോലെ തന്നെ പ്രീമിയർ ലീഗിൽ, അതേപോലെ തന്നെ യൂറോപ്പിലെ മറ്റ് ലീഗുകളിലൊക്കെ കളിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും
പൊതുവെ ഇതെങ്ങനെ ആക്ച്വലി എന്താ പറയുക, ലോകവും അതേപോലെ തന്നെ ഫുട്ബോളും ഒക്കെ ഉണ്ടാകുന്നിടത്തോളം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ അതെ. ഇപ്പോൾ ഇതൊരു നമുക്ക് കൂടി മനസ്സിലുള്ള ഒരു അറിയാതെ നമ്മൾ സൗത്ത് കൊറിയനെയും ജപ്പാനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് പോവുകയാണ്. കാരണം നമ്മുടെ കോണ്ടിനെന്റ് ആ ഒരു വികാരം കൂടി അതിന്റെ പുറത്തുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇവരുടെ ഈ ഒരു അപ്രമാദിത്വം കൊല്ലങ്ങളായിട്ട് നമ്മൾ കാണുന്നു. അതിനെതിരെ വെല്ലുവിളിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കോണ്ടിനെന്റിൽ നിന്ന് ഉള്ള ആളുകൾ പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടുതലുണ്ട്. ഏതായാലും അപ്പോൾ ഇന്നത്തെ കളികളിൽ നമ്മുടെ ഒരു സാറിൻ്റെ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് കാനഡ ജയിക്കുന്നു, മറ്റൊന്ന് USA ജയിക്കുന്നു. അപ്പോൾ അതിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഹോസ്റ്റ് കൺട്രി മെക്സിക്കോ ജയിച്ചു, മറ്റു 2 ഹോസ്റ്റുമാരും കൂടി ജയിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് എയിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത മാതിരി 2 ടീമുകൾ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അതെ അവർ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാളെ നമുക്ക് ബാക്കി വിശകലനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നാളെ ഒരു കാര്യം കൂടി ഉണ്ട്, നാളെ നമുക്ക് ബ്രസീൽ വേഴ്സസ് മൊറോക്കോ മത്സരത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.